വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി ചേർക്കാം, പേസ്റ്റ് ചെയ്തത്. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി അതൊന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി സവാള വാടി വരുമ്പോഴേക്കും ഞാൻ ആദ്യം ചേർക്കുന്നത് ബീൻസാണ്. ബീൻസിന് കുറച്ചധികം വേവുള്ളതുകൊണ്ട് ആദ്യം തന്നെ ബീൻസ് ചേർത്ത് കൊടുക്കാം. അതൊരു ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റും സ്വീറ്റ് കോണും ചേർക്കാം. ഇനി സ്വീറ്റ് കോൺ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ, ചിക്കൻ, ഗ്രീൻ പീസ് ഇവ മൂന്നും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. അതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ നീരും ടൊമാറ്റോ കെച്ചപ്പും ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. പുളിപ്പ് കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കറക്റ്റ് അളവിൽ മാത്രം ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വറ്റിച്ച് നല്ല ഇതാക്കി എടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സമൂസ ലീഫെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ സമൂസകളായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ ഫില്ലിങ് തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അല്പം ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ വളരെയധികം ടേസ്റ്റ് തന്നെയാണ്. വെജിറ്റബിൾസ് മാത്രം ചേർക്കാതെ കുറച്ച് ചിക്കനും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.